തിരുവനന്തപുരം മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് കടലിൽ കാണാതായ ഷിജിനായുള്ള സ്കൂബ സംഘത്തിന്റെ പരിശോധന തുടരുകയാണ്. ശക്തമായ അടിയൊഴുക്കുള്ളതിനാൽ പൊഴിമുഖത്ത് പരിശോധിക്കാൻ പ്രയാസമെന്നാണ് സംഘത്തിന്റെ വിശദീകരണം. പരിശോധനയിൽ തൃപ്തിയുണ്ടെന്നും നേവിയുടെ സഹായം കൂടി തേടണമെന്ന് സർക്കാരിനോട് ആവശ്യപ്പെട്ടിട്ടുണ്ടെന്നും ഷിജിന്റെ ബന്ധുക്കൾ പറഞ്ഞു. വിഴിഞ്ഞത്ത് നിന്നും കാണാതായ ജോൺ മാത്യൂസിനായി കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസുമാണ് ഉൾക്കടലിൽ തെരച്ചിൽ നടത്തുന്നത്. കൊല്ലത്ത് നിന്നും കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിലിനായി നേവിയുടെ കൽപ്പേനി കപ്പൽ എത്തിയിട്ടുണ്ട്. മുതലപ്പുഴയിൽ രാവിലെ 6:30യോടെ ഷിജിനെ കണ്ടെത്താനുള്ള തെരച്ചിൽ ആരംഭിച്ചു. പോലീസും മറൈൻ എൻഫോഴ്സ്മെന്റും സംയുക്തമായിട്ടായിരുന്നു ആദ്യഘട്ട പരിശോധന. കഴിയാവുന്ന സ്ഥലങ്ങളിലെല്ലാം സ്കൂബ വിദഗ്ധർ മുങ്ങിത്തേടി. അഴിമുഖത്ത് തിരയുടെ തീവ്രതയേറുന്നതിനാൽ കൂടുതൽ നീന്തി നീങ്ങുക ശ്രമകരമാണ്. എന്നാലും കുടുംബത്തിന്റെ ആവശ്യപ്രകാരം അഴിമുഖത്തും തെരച്ചിൽ നടത്തി. മൗത്ത് ഭാഗത്ത് നമുക്ക് എന്തായാലും തരാൻ പറ്റത്തില്ല. കാര്യം അവിടെ 24 മണിക്കൂറിന് തിരയും കറണ്ടും വിസിബിലിറ്റി 0 ആയിരിക്കും. നമ്മൾ അങ്ങോട്ട് പോയാൽ തന്നെ നമ്മളെ വലിച്ചെടുത്തുകൊണ്ട് പോകും. നമ്മൾ 1 മീറ്റർ 2 മീറ്റർ ഒരു തിര തന്നെ നമ്മളെ നമുക്ക് കൊണ്ടുപോകും. തിരിച്ച് വരുമ്പോഴത്തേക്ക് അടുത്ത തിര കൊണ്ടുപോകും. അങ്ങനെ തിര കൊണ്ടുപോയി നമ്മളെ കടലിനകത്തോട്ട് കൊണ്ടുപോകത്തേ ഉള്ളൂ. ആ കിടക്കുകയാണെങ്കിൽ ബോഡി ഉണ്ടെങ്കിൽ ആ റോക്ക് ഭാഗത്താണ്. അപ്പോൾ ആ മൊത്തം നമ്മൾ തിരഞ്ഞ് പിന്നെ ആ കർവിൽ എന്തായാലും ബോഡി കാണുമില്ല. ഉണ്ടെങ്കിൽ നമ്മൾ മാറി മാറി വരും. അവിടെ തിരഞ്ഞപ്പോൾ ഒന്നും കിട്ടിയില്ല. നമ്മളിപ്പോൾ 2 സെക്ഷനായിട്ട് ആ 30 മിനിറ്റ് തിരഞ്ഞിട്ടുണ്ട്. സ്കൂബ ഡൈവിംഗ് സംഘം മികച്ച രീതിയിൽ തെരയുന്നതായും സർക്കാരിനോട് നേവിയുടെ സഹായം കൂടി കിട്ടുന്ന കാര്യം സംസാരിച്ചിട്ടുണ്ടെന്നും ഷിജിന്റെ ഭാര്യ സഹോദരി സ്റ്റെഫി. തെരച്ചിൽ ഊർജിതമാക്കിയിട്ടുണ്ട്. അവരുടെ ഭാഗത്തുനിന്ന് വേഗത കൂട്ടിയിട്ടുണ്ട്. ഒരു വട്ടം ഇറങ്ങിയിട്ട് അടിയിൽ നിന്ന് മണ്ണിളകുന്നു. അപ്പോൾ അവർക്ക് കാണാൻ പറ്റുന്നില്ല. അപ്പോൾ ഞങ്ങൾ പറഞ്ഞ ഭാഗത്തോട്ട് ഇനി അടുത്ത കുറച്ചു നേരം റെസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് ഇനി ഞങ്ങൾ പറഞ്ഞ ഭാഗത്തോട്ട് സെർച്ച് ചെയ്യാമെന്ന് അവർ പറഞ്ഞിട്ടുണ്ട്. അവർ 2 പേർക്ക് എന്തെങ്കിലും ബുദ്ധിമുട്ടൊന്നും അടുത്ത 2 പേരെ ഇറക്കാനായിട്ട് അവർ റെഡി ആയിട്ടുണ്ട്. അങ്ങനെയാണ് വന്നിട്ട് നേവി ഇന്ന് അവരുടെ സഹായം ചോദിച്ചിട്ടുണ്ടെന്നാണ് പറഞ്ഞത്. വിഴിഞ്ഞത്ത് നിന്നും കാണാതായ ജോൺ മത്തായിസിനായി കോസ്റ്റ് ഗാർഡും കോസ്റ്റൽ പോലീസും ഉൾക്കടലിൽ തെരച്ചിൽ തുടരുകയാണ്. കഴിഞ്ഞ 31-ന് രാത്രിയിലാണ് മുതലപ്പുഴയിൽ വള്ളം മറിഞ്ഞ് ഷിജിനെയും വിഴിഞ്ഞത്ത് വള്ളം മറിഞ്ഞ് ജോൺ മത്തായിസിനെയും കാണാതായത്. ഇന്ത്യൻ നേവിയുടെ INS കൽപ്പേനി കപ്പൽ കൂടി എത്തിച്ചാണ് കൊല്ലത്ത് നിന്നും കാണാതായ ഗൗതം കൃഷ്ണയ്ക്കായുള്ള തെരച്ചിൽ നടത്തുന്നത്. സ്കൂബ ടീമിന്റെ സഹായവും തെരച്ചിലിനുണ്ട്. നേവി നടത്തുന്ന പരിശോധനയിൽ ഗൗതമിനെ കണ്ടെത്താനാകുമെന്ന പ്രതീക്ഷയാണ് അമ്മ രേഷ്മ ന്യൂസ് മലയാളത്തോട് പങ്കുവച്ചത്. പരിശോധനയ്ക്ക് നേവി എത്തുന്ന സാഹചര്യത്തിൽ തൽക്കാലം നിരാഹാര സമരത്തിനില്ലെന്നും രേഷ്മ പറഞ്ഞു. പ്രതീക്ഷയുണ്ട്. കാരണം എന്ന് വെച്ചാൽ നമുക്ക് എന്തും പ്രവൃത്തി വിലയിരുത്താൻ അതിനുശേഷമല്ലേ നമുക്ക് പറ്റൂ. അപ്പം ഞാൻ ആ ഒരു പ്രതീക്ഷയിലാണ്. എനിക്കത് ശുഭമാക്കി, അതായത് എൻ്റെ മോൻ്റെ ബോഡി കണ്ടെത്തി തരാൻ കഴിയുമെന്നൊരു പ്രതീക്ഷയിലാണ്. എനിക്ക് വിശ്വസിക്കുന്നു ഞാൻ അതിനെ. ഗൗതത്തിനെ കണ്ടെത്തുന്നതിനായി സാധ്യമായതെല്ലാം ചെയ്യുമെന്നും വ്യാപക തെരച്ചിൽ തുടരുന്നുണ്ടെന്നും കൊല്ലം ജില്ലാ കളക്ടർ അനിജുല തോമസ്. സാധ്യമായ എല്ലാ എഫേർട്സും നമ്മൾ എടുത്തുകൊണ്ടിരിക്കുകയാണ്. അതിലൊക്കെ ഒരു തീരുമാനത്തിലെത്താൻ നമുക്ക് സാധിക്കും എന്നുള്ളതാണ് ഇപ്പോഴത്തെ എഫേർട്സിൻ്റെ അപ്പം എവിടൊക്കെയാണോ സസ്പെക്റ്റ് ചെയ്യുന്ന ആ പോയിന്റിലെല്ലാം തന്നെ ആവശ്യമായ റെസ്ക്യൂ മെക്കാനിസം എൻഷുർ ചെയ്യുകയും നമ്മളുടെ ഭാഗത്തുനിന്ന് പോലീസിൻ്റെ ഭാഗത്തുനിന്നും കോസ്റ്റൽ പോലീസിൻ്റെ ഭാഗത്തുനിന്നും ഫിഷറീസ് ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഭാഗത്തുനിന്നും അഡ്മിനിസ്ട്രേഷൻ്റെ ഭാഗത്തും ഗവൺമെൻറ് ഓവറോൾ കോർഡിനേഷൻ എല്ലാ തരത്തിലുള്ള ഓപ്പറേഷൻസും നമ്മൾ ചെയ്യുന്നുണ്ട്. നിലവിൽ നീണ്ടകരയിൽ 1 നോട്ടിക്കൽ മൈൽ അകലെയായി കപ്പൽ നങ്കൂരമിട്ടിരിക്കുകയാണ്. ഡൈവിംഗ് സംഘത്തിന് തിരച്ചിൽ നടത്തേണ്ട കൃത്യമായ സ്ഥലം നിർണ്ണയിക്കുന്നതിനായി മറൈൻ എൻഫോഴ്സ്മെന്റ് വിഭാഗത്തിന്റെ സഹായവും ലഭ്യമാക്കിയിട്ടുണ്ട്. അതേസമയം തീരത്ത് സർക്കാർ ഏകോപനമില്ലെന്ന് മുൻമന്ത്രി PA മുഹമ്മദ് റിയാസ് ആരോപിച്ചു. മത്സ്യത്തൊഴിലാളികൾക്കെതിരായ പരാമർശത്തിൽ മുഖ്യമന്ത്രി മാപ്പ് പറയണമെന്നും റിയാസ് ആവശ്യപ്പെട്ടു. കടലിൽ കാണാതായവർക്കുള്ള തിരച്ചിൽ ഇപ്പോഴും തുടരുകയാണ്. കൊല്ലത്ത് നേവിയുടെയും തിരുവനന്തപുരത്ത് കോസ്റ്റ് ഗാർഡിന്റെയും അത്യാധുനിക സൗകര്യങ്ങളടക്കം എത്തിച്ചുകൊണ്ടാണ് തിരച്ചിൽ പുരോഗമിക്കുന്നത്. 10ാം ദിനവും നഷ്ടപ്പെട്ട കുടുംബാംഗങ്ങൾ തിരിച്ചു വരുമെന്നുള്ള പ്രതീക്ഷയിലാണ് കുടുംബങ്ങളും. തിരുവനന്തപുരത്ത് നിന്നും രതീഷ് കട്ടേലയ്ക്കൊപ്പം ദേവൻ MP, ന്യൂസ് മലയാളം.